മണ്ഡലം LDF സ്ഥാനാർത്ഥി യു പ്രതിഭയുടെ പ്രചാരണത്തിനായി അശ്വമേധം പരിപാടി സംഘടിപ്പിച്ചു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഭരണിക്കാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓരോ വികസന കാഴ്ചയും അതിനനുസരിച്ച ചിത്രീകരണങ്ങളുമായിരുന്നു LDF സ്ഥാനാർത്ഥി യു പ്രതിഭയുടെ പ്രചരണാർത്ഥം ഭരണിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച അശ്വമേധം പരിപാടിയിൽ ഉണ്ടായിരുന്നത്. LED വാളിൽ മിന്നിമറയുന്ന സിനിമാ രംഗങ്ങൾ കേരളത്തിന്റെ ഇരുണ്ട കാലത്തെ ഓർമ്മിപ്പിച്ചു. അതനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ജനങ്ങളും മത്സരിച്ചു. ആദ്യം ശരി ഉത്തരം പറയുന്നവർക്ക് GS പ്രദീപ് സമ്മാനപ്പൊതി നൽകി. 16 കോളങ്ങളായി തിരിച്ചിട്ടുള്ള കൂറ്റൻ LED സ്ക്രീനിൽ ഓരോ കോളത്തിലും ഓരോ വാക്കുകളാണുള്ളത്. അതിൽ ഓരോ വാക്കുകളും സദസ്സിൽ നിന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ചിത്രീകരണം വന്നു. ആ ദുരന്ത ഭൂമിയിലേക്ക് സന്ദർശകരായി പലരും വന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നു, പിന്നൊരാൾ വന്നു, ചെറുപ്പക്കാരൻ എന്നാണ് പറയുന്നത്, എന്നെക്കാൾ 3 വയസ്സ് കൂടുതലുണ്ട് കേട്ടോ. പക്ഷെ കുടവയറൊന്നും ഇല്ല, ടെന്നീസൊക്കെ കളിച്ച് ചെറുപ്പം സൂക്ഷിക്കുന്നുണ്ട് മൂപ്പര്, രാഹുൽ ഗാന്ധി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിൽ കൺസ്ട്രക്ട്, ക്രിയേറ്റ് ആൻഡ് ഹാൻഡ് ഓവർ 100 ഹൗസസ് ടു ദ വിക്ടിംസ് ഓഫ് ദ ലാൻഡ് സ്ലൈഡ്. ദുരന്തത്തിൽപ്പെട്ടവർക്ക് 100 വീടുണ്ടാക്കി ഉടൻ കൊടുക്കുമെന്ന്. ഇട്ട കല്ലെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പാഴൂർ പടിപ്പുരയിൽ മഷി നോക്കാൻ പോയിരിക്കുകയാണ് അവർ. വീടൊന്നും കൊടുത്തില്ല. അവിടെ കേരളത്തിന്റെ ഗവൺമെന്റ് പറഞ്ഞു, കേന്ദ്രം ഒരു സഹായവും പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇതൊന്നും ഒരു ദുരന്തമല്ല എന്ന് പറഞ്ഞു മോഡി പോയെങ്കിലും കേരളം പറഞ്ഞു, ഒരു കേന്ദ്ര സഹായമില്ലെങ്കിലും ഈ നിസ്സഹായരായ മനുഷ്യരെ മഴയത്തും വെയിലത്തും ഈ ഗവൺമെന്റ് നിർത്തില്ല എന്ന്. അതൊരു വെറും വാക്കായിരുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഇങ്ങനെ സർവവും തകർന്നു പോയ ആ മനുഷ്യർ സമാഹരിച്ചു വെച്ചതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് അവസാനിച്ചപ്പോൾ വിതുമ്പി പൊട്ടിക്കരഞ്ഞുപോയ ആ തകർന്നുപോയ ആ മനുഷ്യ ജീവിതങ്ങൾ എല്ലാം നശിച്ചു എന്ന് കരുതിയിരുന്ന ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കൊളുത്തിയ ഒരു വെളിച്ചത്തിന്റെ പേര് കൂടിയാണ് പുനരധിവാസം. ഇതാണ് പുനരധിവാസം, വെൽറ്റൺ എസ്റ്റേറ്റ് ടൗൺഷിപ്പ്. റോഡുകളുടെ മാറ്റം, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം, മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലം ഇപ്പോൾ IM വിജയൻ സ്റ്റേഡിയമായി മാറിയത് തുടങ്ങിയവയെല്ലാം ചിത്രീകരണത്തിലുണ്ടായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം കോശി അലക്സ് GS പ്രദീപിനെയും സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തു. CPIM കായംകുളം ഏരിയ സെക്രട്ടറി B അബിൻ ഷാ നന്ദി പറഞ്ഞു. 2 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയ വികസനങ്ങളുടെ പെരുമഴ ഇവിടെ കാണിച്ചു വരികയാണ്. ഇവിടെ കായംകുളത്തിന്റെ പ്രതിഭാസമായി മാറിയ പ്രതിഭയുടെ വികസനങ്ങളും കുത്തുവാതിക്കൽ കടവ് പാലം മുതൽ കായംകുളം ആശുപത്രിയും എല്ലാം കാണിച്ചുകൊണ്ട് ഇവിടെ സഖാവ് അവസാനം സൂചിപ്പിച്ചതുപോലെ ഈ കായംകുളത്തിന്റെ പ്രതിഭയെ വീണ്ടും നമ്മൾ ആകാശത്തേക്ക് ഉയർത്തുവാൻ ഇടതുപക്ഷത്തിന്റെ ആ വികസനങ്ങളെ വീണ്ടും ഇരുളടഞ്ഞ ഭൂതകാലത്തേക്ക് ഈ കേരളത്തെ നയിക്കാതെ വികസനത്തിന്റെ ബന്ധാവിലേക്ക് ദൈവത്തിന്റെ ഈ സ്വന്തം നാടിനെ വീണ്ടും ഉയരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഈ നാട് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ച സഖാവ് GS പ്രദീപിനെ കായംകുളത്ത് CPMന്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കറ്റാനം.